വെൽക്കം ടു കലവറ. ഇന്നൊരു ഇളനീർ പായസം ചെയ്യാം. ഇളനീർ പായസത്തിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 3 ഇളനീരാണ്. 3 ഇളനീരിൻ്റെ കാമ്പ് വേണം, വെള്ളം അത് മുഴുവനായിട്ടും വേണ്ട. ഇതിനു വേണ്ടി 1 ലിറ്റർ പാല് തിളപ്പിക്കാം. ഇത് ഫുൾ ക്രീം മിൽക്കാണ്. ഇനി സ്റ്റൗ ഓണാക്കാം. ഇപ്പം ഈ ലെവൽ വരെയാണ് പാലുള്ളത്. അത് കുറുക്കി അതിൻ്റെ പകുതിയാക്കണം. പാല് തിളച്ചു തുടങ്ങി. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അരിയിലേക്ക് ഇങ്ങനെ പറ്റിയിരിക്കുന്ന പാലിന്റെ ക്രീം നീക്കിയിട്ട് കൊടുക്കണം. പാല് നേരത്തെ ഉള്ളതിന്റെ പകുതിയായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പാല് തണുക്കാനായിട്ട് വെക്കാം. പാല് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാം. ഇളനീര് അതിൻ്റെ കാമ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇളനീര് പാകത്തിനുള്ളത് കിട്ടാൻ പാടാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഒരു 7 ഇളനീര് വാങ്ങിച്ച് കട്ട് ചെയ്തെടുത്തപ്പോഴാണ് ഒരു 3 ഇളനീരിൻ്റെ കാമ്പ് ആ അളവിനുള്ളത് കിട്ടിയത്. ഇളനീരിൻ്റെ കാമ്പ് എടുക്കുന്ന സമയത്ത് ഒത്തിരി കുഴിച്ചങ്ങ് എടുക്കരുത്. ഇത് കണ്ടില്ലേ, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നതാണ് ഈ ചുവപ്പ് കളറിലുള്ളത്. അങ്ങനെയുള്ളത് അതിൽ വരരുത്. ഇതിൽ നിന്നും എടുത്തു കളയാം. ഇളനീരിൻ്റെ കാമ്പ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 3 ഇളനീരിൻ്റെ കാമ്പിന്റെ അളവിലുള്ളതാണ്. അതിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, പകുതി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. പകുതി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടയുടെ ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. വീണ്ടും ഒരു ചെറിയ ചോപ്പ് കാണുന്നുണ്ട്, അങ്ങെടുത്ത് കളയാം. ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്യാം. ഇതാണ് കട്ട് ചെയ്ത് വെച്ചത്. ഇനി മിക്സിയുടെ ബൗളിലേക്ക് അരയ്ക്കാനുള്ള കാമ്പിടാം. ഇളനീർ കാമ്പ് ഒരു 1/2 കപ്പ് കാണും. അതിലേക്ക് 1/4 കപ്പ് ഇളനീര് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇളനീർ കാമ്പ് അരച്ചെടുത്താണ്. ഇത് മാറ്റി വയ്ക്കാം. ആദ്യം പാല് കുറുക്കിയെടുത്താൽ മാത്രമേ സ്റ്റൗവിൽ വെച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സ്റ്റൗവിൽ വെച്ച് വേവിക്കാതെ തന്നെ നമ്മൾ ശരിയാക്കി എടുത്തതാണ്. ഇനി തേങ്ങാപ്പാൽ എടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ തിരുമ്മിയത് മിക്സിയിലേക്ക് ഇടാം. സാധാരണ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് വെറും വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിൽ നമ്മൾ ഇളനീരാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിലേക്ക് 1 കപ്പ് ഇളനീര് ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് പാല് പിഴിഞ്ഞെടുക്കുക. ഇത് ഒരു തവണയെ തേങ്ങാപ്പാൽ പിഴിയുന്നുള്ളൂ. ഒട്ടും തരിയില്ലാതെ അരിച്ചെടുക്കണം. നല്ല കട്ടി പാലായിരിക്കും. ഇതിലിടാനുള്ള അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ഇടാം. നെയ്യൊന്നും ഒരുപാടൊന്നും അതിനകത്ത് ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പ് വറുക്കാനെടുക്കുന്ന നെയ്യ് മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നേരത്തെ കുറുക്കി വെച്ചെടുക്കാം പാല്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ വെച്ചാണ് ചേർക്കുന്നത്. ഇനി ഇത് ഇളക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് 1.5 കപ്പ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഇതിന് നല്ല കട്ടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന ഇളനീർ കാമ്പ്, ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇളനീര്,
നിങ്ങൾക്ക് മധുരം പോരാ എന്ന് തോന്നുന്നുണ്ടെന്നൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ഞാനൊരു കണക്ക് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. ഇളനീർ പായസം ചെറിയ തണുപ്പോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറിയ തണുപ്പാവുന്നതിന് എടുത്ത് ഉപയോഗിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.